എം.പി. രാജേഷിന് വി.ടി. ബൽറാമിന്റെ മറുപടി. ആദ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംവാദം നടത്തട്ടെ, എന്നിട്ടാകാം തൃത്താല മണ്ഡലം കോൺഗ്രസ് കൺവെൻഷനിൽ സംസാരിക്കവെയാണ് വി.ടി. ബൽറാം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലാണ് ആദ്യം സംവാദം നടക്കേണ്ടതെന്നും അതിനുശേഷമാകാം തൃത്താലയിലെ കാര്യമെന്നുമാണ് ബൽറാമിന്റെ വാദം. പാർട്ടി വേദികളിൽ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ഉടനെ ഓടിയെത്തി അവരുടെ താളത്തിന് തുള്ളുന്നവരല്ല കോൺഗ്രസ് പ്രവർത്തകർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ വികസന സംവാദങ്ങൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആർക്കാണ് കൂടുതൽ വികസനം നാടിനു വേണ്ടി ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള താരതമ്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരെങ്കിലുമൊക്കെ സ്വന്തം പാർട്ടി വേദിയിൽ നിന്ന് വെല്ലുവിളിച്ചാൽ, സ്വന്തം അണികളെ ആവേശഭരിതരാക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അവരുടെ താളത്തിനകത്ത് 24 മണിക്കൂറിനകത്തും 48 മണിക്കൂറിനകത്തും ചെന്ന് നിൽക്കുക എന്നുള്ളതൊന്നും ഐക്യജനാധിപത്യ മുന്നണിയും ഈ നാടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കഴിഞ്ഞ 15 വർഷവും നമ്മൾ സംസാരിച്ചത് നാടിന്റെ വികസനത്തെക്കുറിച്ചാണ്. ഈ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ 1-to-1 വികസന സംവാദങ്ങൾ വേണമെന്നാണ് CPM-ന്റെയും LDF-ന്റെയും തീരുമാനമെങ്കിൽ നമുക്ക് തൃത്താലയിലും ആവാം. ഇതേതായാലും തൃത്താലയിൽ മാത്രം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. 140 നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന, കേരളം മുഴുവൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ആദ്യത്തെ റിക്വയർമെന്റ്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വികസന സംവാദങ്ങൾ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും നടത്തി അവിടെ നിന്ന് തുടങ്ങട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനുമായി നേരിട്ട് സംവാദം നടത്താൻ? അദ്ദേഹത്തിന്റെ 10 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി മാറിയ കഴിഞ്ഞ 5 വർഷം, അതിനു മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം, ഈ 10 വർഷത്തെ കേരളത്തിലെ ഓരോ മേഖലയെക്കുറിച്ചും